ഹായ് കൂട്ടുകാരെ, ഒരു മൂന്നര ആഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു. എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോയി, എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്നെത്തിയത് പത്തനംതിട്ടയിലെ നമ്മുടെ അവതാർ ഷോ ഇല്ലേ, അതായത് അണ്ടർ വാട്ടർ ടണലിൽ ഞാൻ പോയിരുന്നു മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുഞ്ഞാവ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. കയറിയപ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റത്തില്ല ഗംഭീര കാഴ്ച എന്ന് വെച്ചാൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ കുഞ്ഞ് ലവ് ബേഴ്സ് ഇല്ലേ, അതുങ്ങളുടെ തന്നെ ഒരു മേളയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നല്ലോ, കുഞ്ഞ് പല കളറിലുള്ളത്. എൻ്റെ കുഞ്ഞിനെ നീ കണ്ടിട്ട് അവളങ്ങ് ആകെപ്പാടെ ഹാലളി, ഭയങ്കര സന്തോഷമായി. അതിനെ ഒന്ന് കിട്ടിയാൽ ഞെരിക്കാം എന്നൊക്കെയായിരുന്നു. പല കളറിലുള്ളത്, അത് ഗ്രേ കളറിലുള്ളത്, വൈറ്റ് കളറിലുള്ളത്, ഗ്രീൻ കളറിലുള്ളത്, ബ്ലൂ കളറിലുള്ള, അങ്ങനെ പല കളറിലുള്ള എന്താ പറയുക, നമ്മുടെ ലവ് ബേഴ്സ് ഉണ്ടായിരുന്നു. ആദ്യം കുറേ കിളികളെ ഞാൻ കണ്ടു, ഇങ്ങനെ അനങ്ങാണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും. പക്ഷെ അല്ല, ഒക്കെ നല്ല ജീവനുള്ള കുഞ്ഞു കിളികളാണ്. കണ്ടോ, അത്രയും ചെറുത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടോ, നല്ല പച്ച കളറിലെ കുഞ്ഞു കിളികളാണ്. നല്ല വെള്ളക്കിളികൾ, ഗ്രേ കളറിലെ കിളികളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. പറഞ്ഞ് നിങ്ങളെ എന്താ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. വീഡിയോസ് നിങ്ങൾ കാണുക. ഈ പത്തനംതിട്ട അടുത്തുള്ളവർ, അതിന് ചുറ്റുവട്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ വന്ന് കാണാൻ പറ്റും. കണ്ടോ, നല്ല രസമില്ലേ കിളികളൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട്, ഇങ്ങനെ കൊമ്പുകളിലിരിക്കുന്നത് കാണാൻ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ ഓപ്പണിങ്. ഒരാളുടെ, അതായത് പെർ ഹെഡ് 150 എൻട്രി ടിക്കറ്റ്. പക്ഷേ 150 ഷോ ഒന്നും ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ എനിക്കൊന്നും അവിടെ വിലക്കയറ്റവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്രയും റേറ്റോടെ വെച്ചിരിക്കുന്നുണ്ട്. ഈ പുള്ളിയാണ് കഴുത്തിൽ പാമ്പിട്ടേക്കുന്നുണ്ടോ, അപ്പുറത്തൊരു പുള്ളിയുണ്ട് കയ്യിലിങ്ങനെ നമ്മുടെ ഒരു പാരറ്റ് ഉണ്ടോ പിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനെയൊക്കെ നമുക്കും എടുക്കാം കയ്യിൽ, പക്ഷേ 100 രൂപ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത എൻട്രി എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഫോട്ടോഷൂട്ട്, അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് അവർ അറേഞ്ച് ചെയ്താണ്. നമ്മുടെ ഇത് കൊന്നപ്പൂ ഒക്കെയുള്ള ഒരു മരം, പിന്നെ ചെറിയൊരു വീട്, നല്ല വെള്ള കളറിലെ പൂവ്, നമ്മുടെ സൂര്യകാന്തി പൂവ്, പിന്നെ കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കവിടെ നമ്മുടെ ഇഷ്ടത്തിന് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ ലാസ്റ്റ് ഇത് ഇട്ടേക്കാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ അവതാർ വേൾഡ്. അപ്പോൾ അവതാർ ഫസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് അതിലേക്ക് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അത് അതേപോലെ തന്നെ വെച്ചാൽ അതിലെ ഫുള്ള്, എന്നാലും അങ്ങനെ അതാണ് വെച്ചിരിക്കുന്നത്. അവതാർ സെക്കൻഡ് അല്ല കേട്ടോ, അവതാർ സെക്കൻഡ് മൊത്തം വേ ഓഫ് വാട്ടർ അല്ലേ, ഇതല്ല. അല്ലാതെ അവതാർ ഫസ്റ്റിൽ കണ്ടിട്ടുള്ളവർക്ക് കാണാം അതിലെ മരങ്ങൾ, അതിലെ ജീവജാലങ്ങൾ, ചെടികൾ, അതിലുണ്ടാകുന്ന മറ്റേ കുതിര പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഒരു ക്രിയേച്ചർ, അതുണ്ട്. പിന്നെ മറ്റേ ഇങ്ങനെ പറന്ന് നമ്മുടെ എന്താ പറയുക, ഡ്രാഗനൊക്കെ പോലെ പകർന്ന് നടക്കുന്ന സാധനം, അപ്പോൾ അതുണ്ട്. പിന്നെ ലൈഫ് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു മരം ഉണ്ടായിരുന്നില്ലേ, ഒരു നല്ല കളറിൽ, വെള്ള കളറിൽ വരുന്ന ഇങ്ങനെ തൂങ്ങിക്കിടക്കണേ, അതുണ്ട്. അവതാർ ഇങ്ങനെ അമ്പ് ചെയ്യുന്നൊക്കെ ഒരു സീനൊക്കെ ഇല്ലേ, അപ്പോൾ അതിൽ 2 ഇതുണ്ട്. അതൊക്കെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഒരുപാടൊന്നും ഇല്ല, ഒരു മുറിക്കകത്ത് ഒന്ന് വട്ടം ചുറ്റിയേ കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു മുറിയിൽ നിന്ന് മറ്റിടത്തേട്ട് പോയി നോക്കേണ്ട കാര്യം ഞാൻ നോക്കിയിട്ടില്ല. ഒരു 10 ചൂട് വെച്ച് തന്നെ തീരുന്ന ഒരു കാഴ്ചകൾ അതിലുള്ളൂ. പക്ഷേ ആ കാഴ്ചകൾക്ക് തന്നെ നല്ല കണ്ണിന് കുളിർമയേകുകയും ഒരു പ്രത്യേക ഒരു ഫീല് കൊണ്ട് പറയാം. ചില നമുക്കൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതങ്ങനെ എ സി മറ്റ് കാര്യങ്ങളൊന്നുമില്ല, നമുക്കൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ വലിയ കാറ്റ്, ഫാനിൻ്റെ ആയിക്കോട്ടെ, ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഓക്കെ ഷോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ വേറെയും ഫ്ലവർ ഷോസ് അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് പറയണേ. ഓക്കെ ഷോയാണ്, അല്ലെങ്കിൽ എക്സലൻറ്റ് അല്ലെങ്കിൽ ഗുഡ് എന്ന് പറയും. എക്സലൻറ്റ് കൊടുക്കാനുള്ള ഒന്നും അതിലില്ല, പക്ഷേ എന്നാലും നമുക്ക് രസമുണ്ട് കാണാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ പിള്ളേരൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടപ്പെട്ട് അലച്ച് അതിലൊക്കെ കാര്യങ്ങളെ കണ്ട് പരസ്പരം അവരതിനെ പറ്റിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഉള്ളത് ഒരു അണ്ടർ വാട്ടർ ടണൽ എന്ന് പറയുമ്പോൾ അവർ ഫിഷാണ്, അതായത് കടൽ മത്സ്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നേരെ അതിലേക്കല്ല വരുന്നത്, നമ്മൾ നേരെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ അവർ ഫിഷ് ടാങ്ക് വെച്ചിട്ട് അതിൽ മീനിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കണ്ടത്. മോക്കൊക്കെ ഭയങ്കര പേടിയായിപ്പോയി, കാരണം വലിയ വലിയ മീനൊക്കെ ഇല്ലേ, അവൾ പേടിച്ചിട്ട് ഇങ്ങനെ കയ്യങ്ങ് പുറമോട്ട് വലിക്കും, പേടിച്ചിരിക്കും.
എന്നിട്ട് നമ്മളെ കാണിച്ചൊരു സംസാരിക്കാറായിട്ടില്ല, നമുക്ക് 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവളിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കും. പക്ഷെ അതിൽ പേടി മാറിയതും ഒക്കെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മീനാണ് കേട്ടോ. പല കളറിലുള്ളത്. പണ്ട് കോഴിക്കുഞ്ഞുങ്ങളില്ലേ, അതേപോലെ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ പല കളറിലുള്ളതാണ്. നമുക്കത് ഒത്തിരി ഇഷ്ടമായി. ഒരു എത്ര 10 മീറ്റർ നടക്കാനുണ്ടാവും, അത്രയും ദൂരമേ ഉള്ളൂ. ഇതുണ്ട് പാമ്പിനെ പോലെ എറിയുന്ന ഒരു മീൻ, ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ ഇതൊക്കെ ഷാർക്കാണ്. ഒത്തിരി രസമുണ്ട്. നമ്മളിങ്ങനെ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾ കടലിലൊക്കെ നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മീൻ ഇരിക്കുമ്പോൾ അത് നമുക്ക് അണ്ടർ വാട്ടർ ടണലിലേക്ക് പോകുമ്പോഴാണ് ആ ഫീല് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ 10 മീറ്ററോളം നമുക്ക് നടന്ന് കാണാനുള്ളതുണ്ട്. അപ്പോൾ അത്രയും മീറ്ററേ ഉള്ളൂ നമുക്ക് ടണലും, ഒരുപാട് ലെങ്ത് ഒന്നുമില്ല. പല കളറിലുള്ള വർണ്ണങ്ങളിലുള്ള മീനുകളാണ്. വെള്ള കളറ്, ഇതെല്ലാം തെരണ്ടി, ഇതെല്ലാം ഉണ്ട്. തെരണ്ടി ആദ്യം ഇങ്ങനെ പോകുന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പറക്കുന്ന മീനോന്ന്. അപ്പോൾ എൻ്റെ കെട്ടും എടി അത് പറക്കുന്നല്ലടി, തെരണ്ടി എടി, നീ ഇങ്ങോട്ട് മാറി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നോക്കി, ശരിയാണ്, വാലയ്ക്കുള്ള തെരണ്ടി മീനാണ്. എന്തായാലും രസമുണ്ടായിരുന്നു കാണാൻ. അത് പലതരത്തിലുള്ള കടൽ മീനുകളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ ചോദിക്കും, ഈ കൊച്ചു മീനൊക്കെ അല്ലേ നമ്മളിങ്ങനെ വറുത്ത് തിന്നുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനത്തെ മീനുകളും ഉണ്ട്. നമ്മളിത് അയല പോലത്തെ കൊച്ചു മീനുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോസിൽ. ഒരുപാടൊന്നും എനിക്ക് വീഡിയോസിലെല്ലാം എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് അവൾ കരയുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ ഒരു ഫീല് ഇവിടെ വന്നപ്പോൾ കിട്ടി. നിറയെ മീനുകളെ കണ്ട് കണ്ട് ഒരു നടന്നപ്പോൾ ആൾക്ക് പേടി കുറഞ്ഞു കേട്ടോ. മോൾക്ക് പേടി കുറഞ്ഞു. മോള് പതിയെ 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 ആക്റ്റീവായി ചിരിക്കാൻ തുടങ്ങി. അതിനോടൊക്കെ ഇങ്ങനെ ബാ 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 എന്ന് പറയുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി പുള്ളി. പിന്നെ അവിടെ നിന്നൊരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. പിന്നെ പതിയെ ആൾ എന്ത് ചെയ്തു, കയ്യിൽ നിന്ന് താഴോട്ട് നിന്നു. അതുകൊണ്ട് ആരാപ്പയ്മയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ, ഇത് ആരാപ്പയ്മയല്ലേ, ആണെന്ന് തോന്നുന്നു. അതെ, ആരാപ്പയ്മ ഞാൻ എന്ന് വിശ്വസിക്കുന്നു. അവൾ കയ്യിൽ താഴോട്ട് വന്ന് പതിയെ അവൾ നടന്ന് മീനുകളൊക്കെ രസിച്ച്. പിന്നെ പൊട്ടി മീനില്ല, തീരെ പൊടി മീൻ, അതായത് മുട്ടകൾ വിരിഞ്ഞ പൊട്ടി മീനുകൾ, അത് ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മീനുകൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പൊട്ടി മീൻ കണ്ടില്ലേ, കുഞ്ഞു പൊട്ടി മീനാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ എൻട്രി ചെയ്തത് അവിടെ ഒരു ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ അവിടുത്തെ റൈറ്റ് സൈഡിലൊരു ചെറിയ കൊട്ടാരമായി, അതിലേക്ക് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ കൊട്ടാരമാണ്. ഇതെന്താ സംഭവം, എന്താണെന്ന് ആക്ച്വലി എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോസ് എടുത്തതേ ഉള്ളൂ. കൂടുതൽ ചോദിക്കാൻ അതിനെപ്പറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല കുഞ്ഞിനെ വെച്ചുകൊണ്ട്. അപ്പം അവിടുത്തെ കുറച്ച് വീഡിയോസ് എനിക്ക് മിസ്സായി. അത് കഴിഞ്ഞ് കാണുന്നത് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളതാണ്. ഭയങ്കര രസം കേട്ടോ. ഭയങ്കര കൊച്ചുങ്ങളുടെ എല്ലാ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളുണ്ട്. വിലയൊക്കെ ചിലപ്പം നമുക്ക് പുറത്ത് കിട്ടുന്ന 20 രൂപയുടെ സാധനം ഇവിടെ 50 രൂപയ്ക്കായിരിക്കും അവർ കൊടുക്കുന്നത്. വിലയൊന്നും ചോദിച്ചില്ല. കാരണം അവിടെ നിന്ന് വില ചോദിക്കാൻ നിന്നാൽ പിന്നെ എനിക്ക് ആ സ്റ്റാൾ മുഴുവൻ വാങ്ങിക്കേണ്ടി വരും. 3 എണ്ണം കൂടി പിന്നെ അങ്ങ് തുടങ്ങും. അപ്പം അതെനിക്ക് സാമ്പത്തികം നമുക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് എല്ലാം കുഞ്ഞുങ്ങൾ കണ്ണ് നിറച്ച് കണ്ടു എന്ന് പറഞ്ഞു. മറ്റവളുടെ കണ്ണും പൊത്തി, കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണും പൊത്തി ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അവിടെ നല്ല വള, കമ്മൽ, മാല, അങ്ങനെ പല ഐറ്റംസിലുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ 100 രൂപയുടെ ചെറിയ ചെറിയ ഷീറ്റ്സൊക്കെ കേട്ടോ. ഈ ചവിട്ടിയൊക്കെ അപ്പോൾ 100 രൂപയ്ക്ക് അവർ പറയുന്നത്. നമ്മളൊന്നും വാങ്ങിച്ചില്ല, നമ്മളെല്ലാം കണ്ടു പോന്നു. പിന്നെ കത്തി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറുകൾ, അതുപോലെ തന്നെ സോഫ സെറ്റൊക്കെ ഇല്ലേ, കട്ടിൽ, സോഫ, കസേര, അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഞാൻ പെൻസിൽ വാങ്ങിച്ചു കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള 3 പെൻസിൽ വാങ്ങിച്ചു. പിന്നെ 2 ചീപ്പ് വാങ്ങിച്ചു. പിന്നെ അച്ചാർ വാങ്ങിച്ചു. അതായത് അവരെത്രയാണ് പറഞ്ഞത്, 250 ഗ്രാമിന് ഇങ്ങോട്ട് 100 രൂപ, 150 ഗ്രാമിന് 150 രൂപ, അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത്. അതിൽ പുള്ളിയാണ് വാങ്ങിയത്, കുട്ടികൾക്ക് അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫുഡ് സ്റ്റാൾ, ഞാൻ വിചാരിച്ചു ഫുഡ് സ്റ്റാൾ ഭയങ്കര ഘനഗംഭീരമായിട്ടുള്ളതാണ്. ആകെപ്പെടെ 4-5 ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ബിരിയാണി ഉണ്ടായിരുന്നു, ഉന്നക്കായ അങ്ങനെയുള്ളത്, പിന്നെ ബജ്ജീസ്, പിന്നെ പാനിപ്പൂരിയും, വടാപ്പാവ്, ഐസ്ക്രീം, പിന്നെ സർബത്ത്, പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ എന്താ കരിക്കിൻ ജ്യൂസ്, കരിമ്പും ജ്യൂസ്, കരിക്കിൻ ജ്യൂസ്, കരിമ്പ് ജ്യൂസ്, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നമ്മളൊക്കെ അവിടെ നിന്ന് പോന്നു. ഇത്രയേ ഉള്ളൂ അവിടുത്തെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ്, അത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.